ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ സ്റ്റഡി വ്ളോഗ്. അപ്പോൾ ഇന്ന് ജനുവരി 3 ഇന്ന് ഞാൻ പഠിക്കാൻ വിചാരിച്ചിരിക്കുന്നത് ബയോളജിയാണ്. നമ്മളൊരു പൊമോഡോറോ ടെക്നിക്കില്ലേ, ആ ഒരു ടെക്നിക്ക് വെച്ചിട്ടാണ് ഇന്ന് പഠിക്കാമെന്ന് വിചാരിച്ചത്. കാരണം അത് എല്ലാവർക്കും ഭയങ്കര എഫക്റ്റീവാണ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ഞാൻ ബയോളജിയിലെ ലാസ്റ്റ് അഥവാ 6th ചാപ്റ്റർ ആയിട്ടുള്ള ജീവശാസ്ത്രവും സാങ്കേതിക വിദ്യയും എന്ന് പറഞ്ഞൊരു ചാപ്റ്ററാണ് പഠിക്കാനുള്ളത്. അറക്കൽ സാറാണ് നമുക്ക് ക്ലാസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു മാഷാണ് അറക്കൽ സാർ പറഞ്ഞത്. എനിക്ക് ബയോളജിയിൽ തന്നെ എനിക്ക് ഏറ്റവും മനസ്സിലാവുന്ന, മാത്രമല്ല നല്ല കോമഡിയാണ്, നല്ല ഫണ്ണിയാണ്. അപ്പോൾ അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു മാഷാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓരോ 30 മിനിറ്റ് കഴിയുമ്പോഴും ഞാൻ ബ്രേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ചാപ്റ്റർ പറയുമ്പോൾ വേഗം തീരുന്നുണ്ട്. 2 പാർട്ടിൽ തന്നെ ഈ ഒരു ചാപ്റ്റർ തീരുന്നുണ്ട്. പക്ഷേ പഠിക്കാൻ എന്തോ ഒരു ബോറിംഗ് ആണോ ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനത്തെ ഒരു ചാപ്റ്ററാണ്. ഒരുപാട് അങ്ങനെ പഠിക്കാനുമില്ല, പക്ഷേ പഠിക്കുന്നത് കുറച്ചൊരു എന്തൊക്കെയൊക്കെയോ ഒരു കാര്യങ്ങളാണ്. അതാണ് കുറച്ചൊരു കൺഫ്യൂസിങ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ജീനിനെ പറ്റി തന്നെയാണ്, പക്ഷേ അതിൻ്റെ ഒരു ഇപ്പോഴത്തെ ആധുനിക കാലത്തെ പ്രാധാന്യത്തെക്കുറിച്ചിട്ടാണ് ഈ ഒരു ഫുൾ പാഠവും. ഈ ഒരു പോമോഡോറോ ടെക്നിക്ക് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സമയം പോകുന്നത് അങ്ങനെ അറിയുന്നില്ല, നമ്മൾ പഠിക്കുന്നത് നമ്മൾ അറിയുന്നില്ല. നമ്മൾ 5 മിനിറ്റ് റെസ്റ്റ് എടുത്ത ശേഷം പിന്നെ വീണ്ടും അരമണിക്കൂർ പഠിക്കുമ്പോൾ വേഗം കഴിയുന്ന പോലെ വേഗം അരമണിക്കൂർ കഴിയുന്നു. പക്ഷേ അല്ലാത്ത സമയത്ത് നമ്മൾ 1 മണിക്കൂർ പഠിക്കുമ്പോൾ തന്നെ എന്തോ ഒരുപാട് പഠിച്ച പോലെയൊക്കെ ഫീൽ ചെയ്യുന്നു. പക്ഷേ ഇപ്പം 2 മണിക്കൂറാണിത്. അപ്പോൾ അത് പഠിച്ചതിന് ശേഷം അങ്ങനെയൊന്നും വലുതായിട്ട് സമയം തന്നെ പോയ പോലെ ഒന്നും തോന്നില്ല. നല്ലൊരു ടെക്നിക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഇത്. പിന്നെ നിങ്ങൾ ബയോളജി എവിടം വരെയൊക്കെ എത്തി? ബയോളജി കഴിഞ്ഞോ? മാത്രമല്ല ക്രിസ്മസ് എക്സാമിന് ശേഷം ബയോളജി കുറച്ചൊരു അഡ്വാൻസ്ഡ് ലെവലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നതെന്ന് അറക്കൽ സാറ് വരെ പറഞ്ഞു. അപ്പോൾ എനിക്കൊരു ചെറിയൊരു സമാധാനമൊക്കെ ആയി. എന്നുവെച്ചാൽ അവർക്കും അങ്ങനെ തോന്നിയെങ്കിൽ അത് നമ്മുടെ മാത്രം കുഴപ്പമല്ലല്ലോ അല്ലേ. അതിന് വേണ്ടി ചെയ്യേണ്ടതെന്താണെന്ന് വെച്ചാൽ ടെക്സ്റ്റിൽ തന്നെ ഒരു വരിയും വിടാതെ പഠിക്കുക എന്നുള്ളതാണ് ഇനി ചെയ്യാൻ പറ്റുന്നത്. കാരണം ഓരോ വരിയിൽ നിന്നും അവർ ചോദിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല നമ്മളെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നില്ല ഇവല്യൂഷണറി എന്നൊക്കെ പറഞ്ഞിട്ട്, അതൊക്കെ നമ്മളിങ്ങനെ വിടുന്നൊരു ടോപ്പിക്കാണ്. അതൊന്നും വരില്ലപ്പാ അങ്ങനെ പറഞ്ഞിട്ട് വിടുന്ന ടോപ്പിക്കാണ്. പക്ഷെ അതിൽ നിന്നും വരെ ചോദിച്ചു, അതും ക്രിസ്മസ് എക്സാമിന്. ഓണം എക്സാമിനാണെങ്കിൽ ആ ഒരു പോർഷൻ ഉണ്ട്, 2ാമത്തെ പാഠമുണ്ട് എന്നെങ്കിലും പറയാം. പക്ഷേ ഇത് ക്രിസ്മസ് എക്സാമിനാണ് ആ 2ാമത്തെ പാഠത്തിൽ നിന്ന് തന്നെ അങ്ങനെ ഉള്ളിൽ നിന്നൊരു ചോദ്യം ചോദിച്ചത്. അപ്പോൾ നമ്മൾ എത്രത്തോളം അതിന് വേണ്ടി ഇനിയും പഠിക്കണം എന്നുള്ളത് ആ ഒരു നമ്മൾ ഈ പരീക്ഷ കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇനി അങ്ങനെ പഠിച്ചു തുടങ്ങിയാൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബയോളജിക്ക് ടെക്സ്റ്റ് തന്നെയാണ്. ബയോളജി പറഞ്ഞാൽ ടെക്സ്റ്റ് ഫുള്ള് അരച്ച് കലക്കി കുടിച്ചാൽ തന്നെ നമ്മൾ ഒരു 99% നമുക്ക് ശരിയായി. പിന്നെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഗൈസ്, അസ്ത്ര ബാച്ചിലെ ലാസ്റ്റ് ബയോളജി ക്ലാസ് ആണ്. അതായത് ഒഫീഷ്യലായിട്ട് റിവിഷൻ അല്ല, ഒഫീഷ്യലായിട്ട് അസ്ത്ര ബാച്ചിലെ ലാസ്റ്റ് ക്ലാസ് ആണ്. അപ്പോൾ അത് എന്തോ ഒരു സങ്കടം, നമ്മൾ എത്ര പെട്ടെന്നാണ് നമ്മൾ ഈ കൊല്ലം കഴിഞ്ഞതെന്ന് ഓർക്കുമ്പോൾ. പിന്നെ ഒന്ന് ജസ്റ്റ് റിവൈസ് ചെയ്ത് നോക്കിയിട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ നോട്ട്. ഈ ഒരു പാഠത്തിലെ ഫുൾ നോട്ടാണ്. പിന്നെ ചിലതൊക്കെ ടെക്സ്റ്റ് തന്നെ വായിച്ച് എടുക്കാൻ പറ്റുന്ന ഇതായതുകൊണ്ട് ഞാൻ അത് എഴുതിയില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോട്ടിനേക്കാളും നമ്മൾ ടെക്സ്റ്റാണ് നല്ലോണം വായിക്കേണ്ടത്. അതിൽ നിന്നാണ് എല്ലാ ക്വസ്റ്റ്യൻസും വരാം. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. 2:15 സ്റ്റാർട്ട് ചെയ്തത് 5 മണിയൊക്കെ ആകുമ്പോഴാണ് തീർന്നത്. അപ്പോൾ എല്ലാവരെയും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, സീ യു.